കേരളം ഉറ്റുനോക്കുന്ന നിലമ്പൂരിന്റെ ബൈ ഇലക്ഷൻ ഇനി ദിവസങ്ങൾ മാത്രം. LDF-ഓ UDF-ഓ അതോ SDPI-യോ? വായിത് എന്തു പറയുന്നു? ആര് ജയിക്കും അവിടെ? ആര് ജയിക്കണം? മുന്തിയുടെ അഭിപ്രായം എന്ന് പറയും. എന്റെ അഭിപ്രായം, കേരള യുവജനതയ്ക്ക് ഒരു പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിന് ഒരു രാഷ്ട്രീയക്കാരനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അതാണ് സ്വരാജ്. ആ സ്വരാജിന് ഇന്ന് LDF-നെ മാത്രമല്ല, നിഷ്പക്ഷമായി നിൽക്കുന്ന എല്ലാവരും അവരുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവിടെ സ്വരാജ് ജയിക്കണമെന്ന്. മുന്തിരെ ഇതേപോലെ പല ഉപതെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിലും ഇതേപോലെ ഒച്ചപ്പാടുണ്ടാക്കി വന്നു. അതൊന്നും UDF-ന്റെ ചങ്ങായിമാർക്കോ കുട്ടികൾക്ക് ഏൽക്കില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ, ബൈ ഇലക്ഷൻ ഉണ്ടെങ്കിൽ അത് UDF-ന്റെ ആൺപിള്ളേർ തൂക്കും. ചരിത്രമുള്ളൂ. നിലമ്പൂരിലും UDF കത്തിക്കും. നിലമ്പൂർ ബൈ ഇലക്ഷൻ അവിടെ ആര് ജയിക്കും എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും. കാരണം സ്വരാജ് എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ ശക്തനായിട്ടുള്ള യുവാക്കളുടെ ഹരമായിട്ടുള്ള തീതുപ്പുന്ന ഡയലോഗുകൾ പറയുന്ന ഒരു വലിയ നേതാവിനെയാണ്, അതിലൊരു സംശയമല്ല. പക്ഷെ നല്ല ഒരു പ്രാസംഗികൻ ചിലപ്പോൾ നല്ലൊരു നിയമ സാമാജികനാവാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. തൃപ്പൂണിത്തറയിലെ RSS നടത്തിയിട്ടുള്ള ഗർവാപ്പസിയെ പരസ്യമായിട്ട് പിന്തുണച്ചിട്ട് വരെ സ്വരാജിന്റെ പ്രസ്താവനകൾ നമ്മൾ പത്രത്തിൽ കണ്ടിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സംസാരവും പ്രവൃത്തിയും ഒരുപോലെ ആവണമെന്നില്ല. പിന്നെ ആര്യാണ് ഷൗക്കത്ത് ആ ബാപ്പാന്റെ ആ ഒരു ഇത് പിന്തുടർന്ന് വന്നിട്ട് അതുപോലെ തന്നെ നമുക്കറിയാം നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ വാർഡിൽ തന്നെ എന്താണ് അവസ്ഥ. അത് ജനങ്ങൾ ഇതിന് മുൻപും തെളിയിച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഷൗക്കത്തിന്റെ അവിടെ അത്രമാത്രം ജനകീയമാണെന്നുള്ള ഞാനൊരു നിലമ്പൂരുകാരൻ എന്നുള്ളതിന് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരുപാട് സമരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇല്ലേ. ആ എല്ലാ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു അവിടെ SDPI. അതിന്റെയൊക്കെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഒരാളായിരുന്നു അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ SDPI-ന്റെ സ്ഥാനാർത്ഥി. വോട്ട് നമുക്ക് ആരുണ്ടോ നമ്മുടെ കൂടെ അവർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്ന ആൾക്കായിരിക്കണം വോട്ട്. 9 വർഷത്തെ LDF-ന്റെ ഭരണം എങ്ങനെയായിരുന്നു വിലയിരുത്തൽ കൂടിയായിരിക്കാം ഈ ഇലക്ഷൻ. അപ്പോ ആർക്ക് വോട്ട് ചെയ്യണം, നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വീഡിയോയുടെ താഴെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.